അപ്പം അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇതാവണം എൻ്റെ തുടക്കമെന്ന്. അതാവും ഞാൻ വിചാരിച്ചതല്ല ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്നോ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് ആരുടെ ഹെൽപ്പില്ലാതെ നമ്മൾ തന്നെ നേടിയെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം വെൽക്കം ബാക്ക് ബഡീസ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മൾ എന്തിനാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഈ യൂട്യൂബ് ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നുള്ളത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവനാര്, അവൻ എന്തിനു വന്നു എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അവനാര് എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നു. അവനാര് എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇട്ടത് മുതൽ, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് മുതൽ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു, ഞാൻ പറയാം ടൈം, ജൂലൈ 2023 ഇട്ടതാണ്. ജൂലൈ 2023 ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ അന്ന് കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിട്ട് പിന്നെ എനിക്ക് വെളിയിറങ്ങാൻ പറ്റാതായി. കാരണം ഇട്ട് കഴിഞ്ഞ് എവിടെ ചെന്നാലും ഇത് പറഞ്ഞാണ് നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്നത്. കൂട്ടുകാർ സഹിതം എല്ലാവരും പിന്നെ കാണുന്നവർ ഫുള്ള് ചോദിക്കാൻ തുടങ്ങി. അവിടെ എവിടെയും ചെല്ലുമ്പോഴത്തേക്കും ചോദിക്കാൻ തുടങ്ങി, നമുക്ക് എന്നാ പുതിയ വ്ളോഗൊന്നും വരുന്നില്ലടേ, പുതിയ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലടേ എന്ന് പറഞ്ഞ് അവനെ അറിയാവുന്ന, ഇപ്പം എനിക്കറിയാവുന്ന ഒരുത്തനെ ഉണ്ടാവുള്ളൂ, അവനെ അറിയാവുന്ന അവൻ്റെ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവൻ അവന്മാരുടെ അടുത്ത് പറയും, എന്താ യൂട്യൂബറാണ് കേട്ടോ, വലിയ യൂട്യൂബറാണ്, 200 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കളിയാക്കലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ വിചാരിച്ചത് പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മൾ വൈകിട്ട് ചായ കുടിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു കടയിൽ വെച്ച് പൊതുവായിട്ട് എൻ്റെ അടുത്ത് എന്നെ ഒന്ന് അപമാനപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇതാവണം എൻ്റെ തുടക്കമെന്ന്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് ആരുടെ ഹെൽപ്പില്ലാതെ നമ്മൾ തന്നെ നേടിയെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ബോയ്സിനറിയാം അതിൻ്റേതായിട്ടുള്ളൊരു കഷ്ടപ്പാട്. സ്വന്തമായിട്ട് എന്തെങ്കിലും നേടണമെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആഗ്രഹിച്ചതാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും നേടി അവിടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തണമെങ്കിലും അത് സ്വന്തമായിട്ട് തന്നെ നേടിയെടുക്കണം. അപ്പോൾ അന്ന് തൊട്ട് മനസ്സിൽ വിചാരിച്ചിരുന്ന് എനിക്ക് തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ള സാഹചര്യം വെച്ച് ഞാൻ തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് മുന്നോട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം. മനസ്സിലായി, വേറെ ആരും കൂടെ ഉണ്ടാവില്ല, എൻ്റെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം അയാളെ ഞാൻ ഇപ്പോൾ ഒന്നും പറയൂല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആളെ കാണാം. അപ്പോൾ മുന്നോട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നേറാൻ സാധിക്കുകയില്ല. എന്തായാലും ശ്രമിച്ചേ പറ്റുള്ളൂ എന്നെക്കൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ശ്രമിക്കും. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും, എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വലിയ വശമില്ല. പക്ഷേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് പറയാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പറയാം. അപ്പം പറഞ്ഞു തരിക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവർ സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡീസ്. ഓക്കെ, ബൈ ബൈ.